അപ്പോൾ നമ്മുടെ കിണറ്റിലെ വെളുത്ത വെള്ളത്തിൻ്റെ ടെസ്റ്റിൻ്റെ രണ്ടാമത്തെ അപ്ഡേറ്റ് ആണിത്. ആക്ച്വലി നമുക്ക് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല. അത് തിങ്കളാഴ്ചയാകും കിട്ടുമ്പോഴത്തേക്കും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മുടേതായ രീതിയിൽ ഇതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പണ്ട് സ്കൂളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലിറ്റ്മസ് പേപ്പർ. റെഡ് പേപ്പറും ഉണ്ട്, ബ്ലൂ പേപ്പറും ഉണ്ട്. ഒരു സൊല്യൂഷൻ ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് തിരിച്ചറിയുന്നത് ഈ ലിറ്റ്മസ് പേപ്പർ അതിനകത്ത് മുക്കിയിട്ടാണ്. ആൽക്കലി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചുവന്ന ലിറ്റ്മസ് പേപ്പറും ആസിഡ് ചെക്ക് ചെയ്യാൻ നീലയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു സൊല്യൂഷൻ ബേസിക് ആണെങ്കിൽ, അതായത് ആൽക്കലൈൻ ആണെങ്കിൽ റെഡ് ലിറ്റ്മസ് പേപ്പർ നീലയാവും. അതുപോലെ അത് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ ഈ നീല ലിറ്റ്മസ് പേപ്പർ ചുവന്ന നിറത്തിലും ആവും. ഇവരെ നമ്മുടെ ആ ഗ്ലാസ്സിനകത്തേക്ക് ശകലം വെള്ളം ഒഴിച്ചാൽ കുറച്ചുകൂടെ ഒഴിച്ചു. ഇത് മതിയാവും. നമുക്ക് നമ്മൾ ഈ വെള്ളത്തിനകത്ത് എന്തൊക്കെയോ കഷ്ണങ്ങൾ പോലെ എന്തൊക്കെയോ കിടപ്പുണ്ട്. അതിൻ്റെ സെഡിമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് തോന്നുന്നു. അതും ഒന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് രണ്ട് മുക്കാം. കുറച്ചു നേരം വെക്കണേ. അത് അതിട്ടിട്ടോ മതി. എന്നാൽ പിന്നെ നീലയും കൂടെ കിട്ടിയത്. അവന് തിന്നാനുള്ള വേണ്ടെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അത് വെച്ചോ, അങ്ങനെ കിടക്കട്ടെ. കുറച്ച് സമയം നോക്കാം. അത് വന്നു പോയല്ലേ. നമ്മൾ ഏകദേശം ഒരു 5 മിനിറ്റോളം അത് മുക്കി വെച്ചിട്ടുണ്ട്. എന്നാലും കാര്യമായിട്ടുള്ള നിറവ്യത്യാസം ഒന്നും ഇതിനകത്ത് കണ്ടിട്ടില്ല. നീല ലിറ്റ്മസിൻ്റെ കളറ് കുറച്ച് പോയി എന്നുള്ള ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ വ്യത്യാസമൊന്നുമില്ല. ഒന്നെങ്കിൽ അത് ലിറ്റ്മസ് പേപ്പർ ഇരുന്ന് പഴയതിൻ്റെ ആയിരിക്കും. ഇത് ആക്ച്വലി കുറച്ച് കാലപ്പഴക്കമുള്ള ലിറ്റ്മസ് പേപ്പറാണ്. നമ്മൾ പുതിയത് മേടിക്കാൻ വേണ്ടി നമ്മൾ കടുത്തുരുത്തിയിലൊക്കെ പോയിട്ട് അവിടെ എങ്ങും സാധനം ഉണ്ടായിരുന്നില്ല. പെൻ ബുക്സിലൊക്കെ പണ്ട് ഇഷ്ടം പോലെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം അത് ഇല്ല, ഒരിടത്തും വിൽക്കുന്നില്ല. ഇതിപ്പോൾ നമ്മൾ വിശ്വാസി സ്കൂളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. ഇപ്പോൾ പിള്ളേർക്ക് ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കാനായിട്ട് കൊടുക്കാറില്ല. പണ്ടൊക്കെ ഹൈസ്കൂളിൽ വെച്ചിട്ട് ഞങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ ലിറ്റ്മസ് പേപ്പർ എന്താണെന്നുള്ളത് പിള്ളേർക്ക് യൂസ് ചെയ്യുന്ന അവർക്ക് അറിയത്തുകൂടിയില്ല. ഇതിപ്പോൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ വേറൊരു സാധനമാണ്, pH സൊല്യൂഷൻ എന്ന് പറഞ്ഞ വേറെ സാധനമാണ് pH കണ്ടെത്താനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇരുന്ന് പഴകിയത് കാരണം അതിൻ്റെ ആ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കാനുള്ള സംവിധാനം നഷ്ടപ്പെട്ടു പോയതിൻ്റെ ആയിരിക്കാം ഒരുപക്ഷെ. അപ്പോൾ എന്തായാലും നമ്മൾ നോക്കിയിട്ട് പരീക്ഷണം പരാജയമായിരുന്നു. കളറൊന്നും മാറിയില്ല ലിറ്റ്മസ് പേപ്പറിൻ്റെ. അപ്പോൾ അത് അതിൻ്റെ കാലപ്പഴക്കം കൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും വാട്ടർ അതോറിറ്റിയുടെ റിസൾട്ട് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഈ സാധനം കണ്ടിട്ടുണ്ടോടാ? ഇല്ല. ഇതെന്നാന്നറിയോ? നീ വിശാല സ്കൂളിൽ പഠിച്ചതല്ലേ? ഇങ്ങനത്തെ സാധനം ഉപയോഗിച്ചിട്ടുണ്ടോ ഹൈസ്കൂളിൽ വെച്ച്? ഇപ്പോൾ മനസ്സിലായില്ല എന്താ സാധനം എന്നത്? ലിറ്റ്മസ് പേപ്പർ. നിങ്ങൾക്ക് പഠിക്കാനില്ലായിരുന്നു ഇതൊന്നും? അതോ ഇനി ഇത് പഠിപ്പിച്ച സമയത്തായിരിക്കും നീ സ്കൂളിൽ പോകാഞ്ഞത്? ഇപ്പോഴത്തെ പിള്ളേരൊന്നും ഈ സാധനം കണ്ടിട്ടില്ല. ഇതൊക്കെ ഞങ്ങൾ ഹൈസ്കൂളിലായിരുന്ന സമയത്ത് ടീച്ചർമാർ ഈ സാധനം കൊണ്ടുവന്ന് ക്ലാസ്സിൽ നിന്ന് ഡെമോൺസ്ട്രേഷനൊക്കെ കാണിക്കുമായിരുന്നു. ആസിഡും ആൽക്കലിയും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കുന്നത്. ഇപ്പം ഇതൊക്കെ മാറി പുതിയ സാധനങ്ങൾ വന്നു, pH സൊല്യൂഷനൊക്കെ വന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവർക്കൊന്നും അറിയാത്തത്. pH സൊല്യൂഷൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ടുണ്ടോ? ഏത് ക്ലാസ് വെച്ച്? എന്തായാലും ലിറ്റ്മസ് പേപ്പർ മേടിക്കാൻ വേണ്ടി കടുത്തുരുത്തി മുഴുവൻ നടന്നിട്ട് നമുക്കത് സാധനം കിട്ടിയില്ല. അവസാനം വിശ്വാരി സ്കൂളിൽ നിന്ന് സുരേഷ് സാറാണ് ശ്യാം ചേട്ടനെ കൊണ്ട് ഇത് തപ്പിയെടുപ്പിച്ച് തന്നത്. ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നില്ലായിരുന്നു, ലാബിൽ കിടന്ന സാധനം. ശ്യാം ചേട്ടൻ ഒരുപാട് സമയം കൊണ്ടാണ് തപ്പിയെടുത്ത് തന്നത്. അപ്പോൾ അതുകൊണ്ട് സുരേഷ് സാറിനും ശ്യാം ചേട്ടനും ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും വാട്ടർ അതോറിറ്റിക്കാരുടെ റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാലേ ഉള്ളൂ ശരിക്കും യഥാർത്ഥത്തിലുള്ള സംഭവം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ.